വേങ്ങര ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി മുതിർന്ന പൌരന്മാർക്കായി ആരോഗ്യ പരിരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സായി പ്രഭ ഹോമിൽ നടന്ന പരിപാടി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. ആ രീതിയിൽ വയോജനങ്ങളായ വ്യക്തികൾക്ക് ഒരുമിച്ച് ചേരുവാനും വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാനും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയല്ലേ കോൽക്കളിയൊക്കെ ഇന്ന് യുവജനോത്സവ വേദികളിലേക്ക് മാത്രം ചുരുക്കി പോകുന്ന ഒരു കാലഘട്ടത്തിലും ആ പാരമ്പര്യ സമ്പത്തുകളൊന്നും കൈവിട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിനുമൊക്കെ തീർച്ചയായിട്ടും വലിയ പങ്ക് നിങ്ങൾ വഹിക്കുന്നുണ്ട്. ഈ ഒരു സ്വയംപ്രഭ ഹോമിന്റെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും ഈ കർക്കിടക കഞ്ഞി അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. ആയുർവേദ ഹോസ്പിറ്റലിലും ഈ ഒരു വേളയിൽ നന്ദി അറിയിക്കുകയാണ് അല്ലെ, അവരുടെ ആ ഒരു കേവലമായ പ്രവർത്തനങ്ങൾക്കപ്പുറം ഇങ്ങനെ ഇത്രയധികം വയോജനങ്ങളുള്ള ഒരു ഹോമിലേക്ക് കൃത്യമായിട്ട് കർക്കിടക മാസത്തിൽ നമുക്കറിയാം കർക്കിടക കഞ്ഞിയുടെ ആ ഒരു ഗുണഗണങ്ങളൊക്കെ പല രീതിയിൽ ജേണലുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശാസ്ത്രീയ പഠനങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി മുതിർന്ന പൌരന്മാർക്കായി ബോധവൽക്കരണ ക്ലാസും ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ഉദ്ഘാടനത്തിനെത്തിയ സബ് കളക്ടറെ സായപ്രഭ അംഗങ്ങൾ റോസാപ്പൂക്കൾ നൽകിയും കോൽക്കളി സംഘത്തിന്റെ അകമ്പടിയോടെയുമാണ് ചടങ്ങിലേക്ക് സ്വീകരിച്ചത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സമീർ മച്ചിങ്ങൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ജലീൽ ചോലക്കൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK സബന ഇബ്രാഹിം, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് കൊടിയാട്ട്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT മൊയ്തീൻ, ആയുർവേദ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജിമോൾ, പഞ്ചായത്ത് സെക്രട്ടറി S സുഹാസ് ലാൽ, മുൻ സെക്രട്ടറി KP ലക്ഷ്മി, സായപ്രഭ കെയർ ഗീവർ AK ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. MTN ന്യൂസ് വേങ്ങര. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.